ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഇതെങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പിക്ക് കൊടുക്കുന്നത് ഇവിടെയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ പെൻസിലെടുത്തിട്ട് ഇപ്പോഴാണ് നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുകളിലത്തെ ഓപ്ഷനും ഗാലറിയിലെ ഫോട്ടോ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ താഴത്തെ അത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു മെനു മാത്രമാണ്, നിങ്ങൾ അട്രാക്റ്റീവായിട്ടുള്ള അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് സേവ് കൊടുക്കുക. പിന്നെ ഇവിടെയാണ് നമ്മളുടെ സംഭവങ്ങളെല്ലാം ഇരിക്കുന്നത്. ഈ ഒരു ഇതില്ലേ, ഇത് ഫുള്ള് നമ്മൾ റിമൂവ് ആക്കണം. ഇവിടെയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള തമ്പനയിൽ കൊടുക്കാനുള്ളത് കേട്ടോ. ടൈറ്റിൽ റിക്വയർഡ് ഇത് വന്നിട്ട് നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു തമ്പനയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് വെറുതെ ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഇത് കൊടുത്തിട്ട് അത് ഫില്ലപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ കുറേ ഹാഷ്ടാഗ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹാഷ്ടാഗ് നമ്മളിപ്പോൾ വീഡിയോ ഷോർട്സിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഹാഷ്ടാഗ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ലൈവ് പോകാത്തതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ആക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പബ്ലിക്കായിട്ട് തന്നെ വെച്ചിരിക്കുക. പിന്നെ ഇനിയിപ്പോൾ ഗോ ടു ലൈവ് ആണ് കേട്ടോ. ഗോ ടു ലൈവ് കൊടുത്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. പിന്നെ ടുഗദർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ടുഗദറിൻ്റെ ഇത് ഓണാക്കിയിടുക കേട്ടോ. ടുഗദർ ഓണാക്കിയിട്ടിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ബാക്കി സംഭവങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് നമുക്ക് ടുഗദറിൽ ആരാണോ കയറുന്നത്, നമ്മളിപ്പം ലൈവ് സ്റ്റാർട്ടാക്കുമ്പോഴത്തേക്കും നമ്മളത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ലൈവ് ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവർക്കതങ്ങോട്ട് ഇതാക്കി കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ഇതിപ്പോൾ സിംഗിൾ ലൈവ്, നമ്മളിപ്പം ഫേസ് ലൈവോ അല്ലെങ്കിൽ ഫേസ് അല്ലാത്ത ലൈവോ അല്ലെങ്കിൽ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ലൈവാണ്. ഈ ഒരു ഇൻഫോ ആണ്. സെയിം അതേപോലെ തന്നെ ഓപ്ഷൻസൊക്കെ കൊടുക്കുക. പിന്നെ ഇതെടുത്തിട്ട് ഗോ ലൈവ് ടുഗദർ അതിപ്പോൾ നമ്മൾ വേണ്ടല്ലോ, അപ്പോൾ അത് മാറ്റി ഞാൻ നെക്സ്റ്റ് സ്ക്രീൻ കാസ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ. സ്ക്രീൻ കാസ്റ്റ് ഇത് സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ തമ്പനയിൽ ഒരിക്കലും മറക്കരുത്, അട്രാക്റ്റീവായിട്ടുള്ള തമ്പനയിൽ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാർ മാത്രമേ വരുന്നുണ്ടാകത്തുള്ളൂ. പരിചയമില്ലാത്ത ആൾക്കാർക്ക് വന്ന് നമ്മുടെ ലൈവ് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാഷ്ടാഗ് അട്രാക്റ്റീവായിട്ടുള്ള തമ്പനയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആരായാലും. ഓക്കെ, പിന്നെ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ അതറിയാമല്ലോ. ഓക്കെ, പിന്നെ സ്ക്രീൻ കാസ്റ്റിൻ്റെ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്ക്രീൻ കാസ്റ്റിൻ്റെ ഇപ്പോൾ ചെയ്യാം. സ്ക്രീൻ കാസ്റ്റ് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ എന്നുള്ള സ്ക്രീൻ കാസ്റ്റ് ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളിപ്പോൾ നമ്മളുടെ ഫോണിലെ ഫങ്ഷൻസ് എല്ലാം അവിടെ കാണിക്കും, ലൈവായിട്ട് തന്നെ കാണിക്കും. അപ്പോൾ അത് ഓവറായിട്ട് വലുതായിട്ട് കാണിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്നതെല്ലാം ശ്രദ്ധിച്ച് കണ്ടോണം കേട്ടോ. നെക്സ്റ്റ് കൊടുക്കുക. ഗോട്ടിറ്റ് കൊടുക്കുക കേട്ടോ. ഗോട്ടിറ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ ഗോട്ടിറ്റ് കൊടുത്തിട്ട് സ്റ്റാർട്ട് നൗ ആകുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗോ ലൈവ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാനായതുകൊണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മളുടെ ക്യാമറ ഓഫാകും. മീൻസ് നമ്മളുടെ ഒരു ക്യാമറ ഓഫായിട്ട് ഇവിടെ ജസ്റ്റ് ഇത് സിമ്പിൾ കണ്ടോ, ഇതിങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ മൈക്ക് ഓഫ് ചെയ്യുക. പിന്നെ മെസ്സേജ്, ആൾക്കാർക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഓണാക്കി വയ്ക്കുക. ഓണാക്കണമെങ്കിൽ ഓണാക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഓഫാക്കിയിടാം. ഓണാക്കി വയ്ക്കുന്നതാണ് നല്ലത്. ആരെങ്കിലും വന്നിട്ട് കമൻറ്റ് ഇടാനായിട്ട് അവർക്ക് ഹെൽപ്ഫുള്ളും നമുക്ക് കാണാനും നല്ലതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്നിട്ട് ജസ്റ്റ് സെറ്റിങ്സിൽ തൊടുമ്പോഴേക്കും ഈ ബിഗ്ഗായിട്ട് കാണുന്നുണ്ടോ, ഈ വലിയ ഒരു ഇതിൽ നിന്ന് ഈ ഒരു ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇവിടെ കണ്ടോ മാറ്റം വന്നത്. ഇത് കുഞ്ഞായി ചെറുതായത് കേട്ടോ. ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു സൈഡിലാക്കുക.
എന്നിട്ട് ഗോ ലൈവ് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ് ഓഫ്ലൈൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോ ലൈവ് കൊടുത്തിട്ടാണ് ആക്കുന്നതെങ്കിൽ ഇതിനൊരു പ്രത്യേക എന്തായിരുന്നു, ഈ ഒരു ഗാലറി എടുക്കുക. നമ്മളുടെ അതിലുള്ള വീഡിയോസ് എല്ലാം ഇതിലും കാണാം കേട്ടോ. നമ്മളുടെ മറ്റ് ഗാലറിയിലുള്ള വീഡിയോസ് എല്ലാം ഇവിടെയും കാണാം. ശേഷം ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ കാണിക്കാം. എൻ്റെ ഒരു ഇത് തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യുക വെച്ചാൽ പ്ലേ ആക്കണം. പ്ലേ ആക്കുമ്പോഴേക്കും ഇതിങ്ങനെ ചുമ്മാ പ്ലേ ആകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ലൂപ്പ് 1 ടൈം കൊടുത്താൽ മതി. 1 ടൈം കൊടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അല്ല മൾട്ടിപ്പിളാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ എന്താ ചെയ്യുക വെച്ചാൽ വേറെ വീഡിയോസ് കയറി വരും. സോ ആ ലൂപ്പ് വന്നിട്ട് 1 ടൈം മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ അങ്ങനെ പ്ലേ ആയി പൊക്കോളും. അങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.